അതാ പ്രവാചകന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാ. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്ന, അബൂബക്കറെ, ഈ സമയത്ത് നീ എവിടേക്ക് പോവുകയാണ്? ഈ സമയത്ത് നീ എവിടേക്ക് പോവുകയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നതാണ്. അബൂബക്കർ തങ്ങളെ ചോദിച്ചു, നബിയേ അങ്ങെങ്ങോട്ടാണ്? അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചു കാണിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിച്ചാലോ റസൂലുള്ളാഹി തങ്ങളെ നടന്നു പോകുമ്പോ, അബൂബക്കർ തങ്ങളെ നടന്നു പോകുമ്പോ മൂന്നാമതൊരാൾ വരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ എവിടെ പോവുകയാണ്? നബിയേ വിശക്കുന്നു നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് പറഞ്ഞു. മൂന്ന് പേരും കൂടെ അവസാനം ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് കഴിക്കാൻ ആ സ്വഹാബി ഓടിച്ചെന്ന് ഭക്ഷണം എടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്നൊരൽപ്പം തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു മാറ്റിവെച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും മുത്തുനബിയും കൂടെ ആ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിക്കുന്നു, സ്വഹാബാ, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിനും കണക്ക് പറയണം സ്വഹാബാ. പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഭക്ഷണമാണ്, ഇതിന് പോലും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ? അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എനിക്ക് കോടികൾ വേണമെന്നല്ല, എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല, എനിക്ക് ഒരുപാട് സമ്പത്ത് തരണമെന്നല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ? ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ആയിഷ ബീബി അതാ മിണ്ടുന്നില്ല. ആയിഷ ബീബി മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും ഉണ്ടോ? ആയിഷ ബീബി കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അവസാനം പ്രവാചകൻ പറഞ്ഞു, കരയണ്ട. അവസാനം വീടിന്റെ അകത്ത് കയറിയിട്ട് മുത്തുനബി ചുരുണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ. അല്ലാഹുവേ, എന്നോട് എന്റെ ഭർത്താവ് ഭക്ഷണം ചോദിച്ചിട്ട് പച്ചവെള്ളം ചോദിച്ചിട്ട് കുടിക്കാൻ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷ ബീബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയെ, അങ്ങയുടെ അവസ്ഥ കണ്ടിട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ്. ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങളും, എല്ലാ ഭാര്യമാരും, എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ടതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭർത്താവിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്നവളാണ് ആയിഷ. ആയിഷയ്ക്ക് 50 വയസ്സൊന്നുമില്ലായിരുന്നു. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു, ഒരാൾക്കും കിട്ടാത്ത 9 ഭാഗ്യം കിട്ടിയവളാ ആയിഷ. ഒരു പെണ്ണിനും കിട്ടാത്ത, മുത്തുനബിയുടെ ഒരു ഭാര്യമാർക്കും കിട്ടാത്ത 9 ഭാഗ്യം ലഭിച്ചവളാണ് ആയിഷ. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ 9 കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ? ആയിഷ ബീബി തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, മുത്തുനബി എവിടെ കടന്നാ മരണപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ
എവിടെ കിടന്ന വഫാത്തായതെന്നറിയുമോ? ഈ ആയിഷയുടെ മടിത്തട്ടിലാ, ഈ ആയിഷയുടെ മടിത്തട്ടിൽ കിടന്ന മുത്തുനബി വഫാത്തായത്. പ്രവാചകന്റെ വായിക്കുള്ളിലേക്ക് തൊണ്ടക്കുടിയുടെ താഴേക്ക് അവസാനമായിട്ട് കടന്നു പോയത് സംസം വെള്ളമായിരുന്നില്ല. എന്റെ ഉമ്മനീരാ, എന്റെ ഉമ്മനീരാ എന്ന അഭിമാനത്തോടുകൂടി ആയിഷ ബീബി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പട്ടിണിയാകട്ടെ, ദുരിതമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വീടിന്റെ അകത്ത് പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ, അവസാനം സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്താണ് മുത്തുനബി ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്യുന്നത്? അവിടുന്ന് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുത്തുനബി സുജൂദിൽ കിടന്ന് പാതിരാത്രി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവിടുന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല, ആഡംബരം തരണമെന്നല്ല, അല്ലാഹുവേ അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, ഒരു പാവപ്പെട്ടവനെ പോലെ നീ എന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ, നാളെ പാവപ്പെട്ടവരുടെ കൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ഈ ഉഹദ് മലയുണ്ടല്ലോ, കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, ഞാൻ സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ, അങ്ങെവിടെ പോയാലും പുറകെ ഈ സ്വർണമല നടന്നു വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നാളെ സ്വർഗ്ഗത്തിൽ ആദ്യം കടന്നു പോകുന്നത് പാവപ്പെട്ടവരാണു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാ, നബിയെ ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നടക്കണേ? ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നബിയെ നടക്കണേ? ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മല ഞാൻ സ്വർണ്ണ കട്ടയാക്കി തരാൻ നബിയെ, കൊണ്ടുപോ, കൂടെ വരും. ഇങ്ങനെ മുത്ത് നബി പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മോള്, ആ മുത്തുനബിയുടെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് കരയാ. പുതിയ പെണ്ണായിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മണവാട്ടിയെ പോലെ കല്യാണത്തിന് ഇറങ്ങി വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുന്നു. സഹാബത്ത് പോയിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? സഹാബത്ത്, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് യതീംകുള്ള കുട്ടികളെ കെട്ടിക്കുമ്പോ തന്നെ എന്തൊക്കെയാ ആലോചിക്കുക. നമ്മൾ ആലോചിക്കണം, ഓരോ കല്യാണങ്ങളൊക്കെ, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങളൊക്കെ സംഘടനകൾ നടത്തുമ്പോൾ തന്നെ, മഹല്ലുകൾ നടത്തി കൊടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു നല്ല നിലയിൽ നടത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂബക്കർ തങ്ങളെ കരയണേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ധരിച്ചിരിക്കണ വസ്ത്രം കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിരുന്നേ. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി പുതിയ പെണ്ണായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രവും ധരിച്ചിട്ടായി ഇറങ്ങി വരുന്ന ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത്. ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത്.
അങ്ങനെ ഫാത്തിമ ബീവിയെ വളർത്തിയത് കൊണ്ടാ നാളെ ഫാത്തിമ ബീവി സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായത്. അലിയാര് തങ്ങളുടെ വീടിന്റെ അകത്ത് പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും എന്താണെങ്കിലും പരാതിയില്ല, പരിഭവമില്ല. അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കാൻ ഫാത്തിമാനെ പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം അല്ലാഹു തരുന്ന അനുഗ്രഹമാണെന്ന് ഒരിക്കലും കരുതരുത്. അല്ലാഹു പണം തരുന്നത് ഒരു പണി തരുന്നതിന് വേണ്ടിയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന നബിയാ സുലൈമാൻ നബി. കാരണം എന്തേ? അല്ലാഹുവെ, ലോകം മുഴുവനും അല്ലാഹു സുലൈമാൻ നബിക്ക് ഒരുപാട് സമ്പത്തും അധികാരവും സർവ്വതും അല്ലാഹു കൊടുത്തു. ആ കൊടുത്തതിന്റെ മുഴുവനും കണക്ക് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാ സുലൈമാൻ നബി സ്വർഗത്തിൽ പോകുന്നത്. സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, സഹാബത്തിൽ വെച്ച് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സാധാരണ സഹാബിയൊന്നുമല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കണം. അല്ലാഹുവേ, വല്ലാത്ത ചരിത്രമുള്ള സഹാബി. ഏറ്റവും അവസാനം അവിടെ നിന്ന് പറയുന്നു, നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടവരനെ മുത്തുനബി സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുമെന്ന. എന്തേ കാരണം? സഹാബികളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. സഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ചരിത്രം പറയുന്നുണ്ട്. ഒരു ദിവസം വല്ലാത്ത ശബ്ദങ്ങൾ കേട്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, എന്താ വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നല്ലോ? അപ്പൊ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം കൊണ്ടുവന്ന് ഇറക്കണ ശബ്ദം കേൾക്കാം. അപ്പോഴാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തുനബി പറഞ്ഞത് സത്യമാ. ഇത്രേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞത് സത്യമാ. ആരോ പറഞ്ഞു കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നു ആയിഷ ബീവിയുടെ മുന്നിൽ. ഉമ്മ, എന്തേ ഉമ്മ മുത്തുനബി പറഞ്ഞേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്നെ കുറിച്ച് മുത്തുനബി പറഞ്ഞ എന്താ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കണ നീയാ. അത് കേട്ട ഉടനെ എന്റെ പ്രിയമുള്ളവരെ, ആ കൊണ്ടുവന്നിരുന്ന ഒട്ടകങ്ങൾക്ക്, എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ആ സമ്പാദ്യം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് പോലും ഏറ്റവും അവസാനമാണ് കയറുന്നതെങ്കിൽ പായിപ്പാടുകാരൊക്കെ എന്താകും? അള്ളാഹു നമ്മൾ അരിച്ചേക്ക് ദശമൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേ, അള്ളാഹുവെ, ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും കോടിക്കണക്കിന് രൂപ, അത് മുഴുവനും കേട്ട ഉടനെ സദഖ കൊടുത്ത സഹാബി ഏറ്റവും അവസാന സ്വർഗത്തിൽ പോണേ. ഇവിടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നവന്റെ ഗതി എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കിടന്ന് 50,000 5000 കൊല്ലം കഴിഞ്ഞിട്ട് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ നിന്റെ കുടിലിൽ നോക്ക്. നിനക്ക് മനസമാധാനമില്ലെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ നോക്കാതെ താഴേക്കുള്ളവന്റെ വീട്ടിലേക്ക് നോക്ക്. അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് ഭാര്യ പറയും, എ സി ഇല്ല, 2 നിലയില്ല, മോളെ ആമിന ആ കിടക്കണ കുടിൽ നോക്ക്. പാവം ബംഗാളികളൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കിടക്കുന്നില്ല. ആ പാവങ്ങൾ കിടക്കണ ഒരു റൂമിനകത്ത് 10 നീ അത് നോക്ക്. അൽഹംദുലില്ലാ, അത് വെച്ച് നോക്കുമ്പോ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാ ചെയ്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കൽ അത് ധിക്കാരമാണ്. അള്ളാഹു എഴുതിയതല്ലേ നമുക്ക് കിട്ടൂ, അള്ളാഹു തീരുമാനിച്ചതല്ലേ നമുക്ക് കിട്ടൂ. അപ്പൊ നമ്മൾ ആ തീരുമാനം, നമ്മൾ അതിനോട് എതിര് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തോട് യോജിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മരണസമയത്ത് കിടന്നു വല്ലാതെ കരയുകയാ. ആരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്. പള്ളിപ്പറമ്പിലെ ഖബർ പോലും ആ മഹാനോട് സംസാരിച്ചു എന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു മനുഷ്യനല്ല. പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാരും പൊക്കോ, ഞാൻ വരുന്നില്ല, എല്ലാരും പൊക്കോ. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് മഹാനവറുകൾ ഒരു കബറിന്റെ ചാരത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് കരയുകയാ. ആ കരച്ചൽ കണ്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് കബർ തന്നെ ചോദിച്ചു അത്രേ, എന്തേ മിണ്ടാതിരുന്ന് കരയണേന്ന്. കബറിന്റെ ചാരത്ത് കബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ കബർ സംസാരിക്കും? കബറിന് അള്ളാഹു നാവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും നമ്മൾ കേൾക്കൂല. കേൾക്കുന്ന ഒരു സമയമുണ്ട്.
ആ ഖബർ നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ഇന്ന് ആരും കേൾക്കണില്ല. പക്ഷെ കേൾക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? ഒരു ദിവസം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവരും. വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാരും കൂടെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമ്പോ ഖബർ സംസാരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ കേൾക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ നല്ലതുപോലെ കേൾക്കും. ഖബർ പറയും, വാടാ സിറാജ് വാടാ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും നമ്മൾ ഓരോരുത്തരുടെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ആരാണെങ്കിലും ഖബർ പറയും, ആ മക്കളെ വാ. ഞാൻ അങ്ങനെ ഖബർ സംസാരിക്കും, നമുക്ക് കേൾക്കാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ, എന്തിനാ കരയണേ, എന്തിനാ കരയണേ? എന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ് പേടിച്ചതാണോ? അവിടെ നിന്ന് ഖബർ പോലും സംസാരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കരയുകയാ. ആ കരയുന്നത് കണ്ടപ്പോൾ തന്റെ അനുയായികൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ചാരത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു, മരിക്കാൻ പോകുകയാണല്ലോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന അനുയായികളോട് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? എന്റെ ഈ കിടപ്പ് നിങ്ങൾ കണ്ടോ? എന്റെ ഈ കിടപ്പ് നിങ്ങൾ കണ്ടോ? ഇതുപോലെ നാളെ നിങ്ങൾ ഒരു ദിവസം കിടക്കേണ്ടവരാ. ഞാൻ ഈ കിടക്കുന്നത് പോലെ നിങ്ങളും നാളെ ഒരു ദിവസം ഇതുപോലെ കിടക്കേണ്ടവരാണ്. ഇതുപോലെ ഒരു മരണം നിങ്ങളുടെ മുന്നിൽ കടന്നു വരുമല്ലോ, നിങ്ങളും ഇതുപോലെ തന്നെ കിടക്കേണ്ടവരാ. എന്നിട്ട് തന്റെ ചുറ്റുഭാഗത്ത് കൂടി നിന്ന അനുയായികളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കബറടക്കുമല്ലോ, മഹാനവറുകൾ പടച്ചവനെ എങ്ങനെയാ മരിച്ചതെന്നറിയുമോ? അവസാനം തന്റെ കൂട്ടുകാരോട് മുഴുവനും പറഞ്ഞ് വെളിയിലേക്ക് പോകാതെ എല്ലാവരും റൂമിന്റെ പുറത്താക്കി, എല്ലാവരെയും റൂമിന്റെ വെളിയിലിറക്കി. അത് കഴിഞ്ഞ് ഭാര്യ അടുത്ത് വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ അടുത്ത് വന്നു. അവിടെ നിന്ന് യാത്ര പറഞ്ഞു, അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് ഭർത്താവിന്റെ ചാരത്തിങ്ങനെ ഭാര്യ നിൽക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് ഭാര്യ നിൽക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പെണ്ണേ നീ റൂമിന്റെ വെളിയിലിറങ്ങി പോക, എന്നെ കൊണ്ടുപോകാ, വിരുന്നുകാര് വരുന്നു. അല്ലാഹുവേ, അതിഥികൾ എന്റെ മുന്നിലേക്ക് വരുന്നു, അതുകൊണ്ട് നീ റൂമിന്റെ വെളിയിലിറങ്ങ്. ഭാര്യ റൂമിന്റെ വെളിയിലിറക്കി നിർത്തൂ. അല്ലാഹുവേ, ഭാര്യ വീടിന്റെ റൂമിന്റെ വെളിയിൽ പതുങ്ങി നിൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റൂമിന്റെ അകത്ത് കിടന്ന് സലാം അടക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ തിൽഖദ്ദാറുൽ ആഖിറ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് വിവരിക്കുന്ന ഖുർആനിലെ ആയത്തോതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നാനക്കമില്ല. ഭാര്യ വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുന്ന രംഗമാ കാണുന്നത്. മയ്യത്ത് കുളിപ്പിച്ചവർ മുഴുവനും അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, എന്തൊരു സുഗന്ധമാ, എന്തൊരു സുഗന്ധമാ. ആ മഹാനവറുകളാണ് പറയുന്നത്, എന്നെ മരിച്ചു കഴിഞ്ഞ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇറക്കി വെച്ചിട്ട് നിങ്ങളെല്ലാവരും എന്റെ മയ്യത്തിന്റെ അടിയിലൊന്ന് നോക്കണേ. എന്റെ ജനാസ കുളിപ്പിച്ച് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും നോക്കണം, എന്റെ മയ്യത്ത് പൊക്കിയിട്ട് നോക്കണം, ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഈ ദുനിയാവിൽ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തെങ്കിലും കൊണ്ടുപോകുന്നോ എന്ന് നിങ്ങൾ എന്റെ മയ്യത്തിന്റെ അടിഭാഗത്ത് നോക്കണേ എന്ന് അവിടെ ഉപദേശം കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. എത്ര കോടിക്കണക്കിന് ആസ്തിയുള്ളവനാണെങ്കിലും അത് മുഴുവനും ഈ ദുനിയാവിൽ ബാക്കി വെച്ചിട്ട് പോകേണ്ടവരാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോ അവിടെ നിന്ന് സഹാബത്തിനോട് തന്റെ അനുയായികളോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടന്ന സമയത്ത് കരയുന്നത് കണ്ടപ്പോ എല്ലാരും വന്നിട്ട് എന്തായാലും പോവല്ലേ, മഹാനവറുകളോട് ചോദിച്ചു, വല്ല ഉപദേശം ഉണ്ടെങ്കിൽ തരാൻ. അപ്പൊ പറഞ്ഞു, എടാ ചങ്ങായിമാരെ, ഞാൻ ഈ കിടക്കണ പോലെ നിങ്ങൾ ഒരു ദിവസം കിടക്കും.
ഞാൻ ഈ മരണത്തോടടുത്ത് കിടക്കുന്നത് പോലെ നിങ്ങളും ഒരു ദിവസം കിടക്കും. 2, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ അടിയൊന്ന് പൊക്കി നോക്കണം, ഞാൻ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ. ഈ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുനിയാവെന്ന ചിന്തയോടുകൂടിയാണ് അവൻ എഴുന്നേൽക്കുന്നതെങ്കിൽ അള്ളാഹു അവന് 4 പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് സുബൈക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്നോ സുബൈക്ക് പള്ളിയിൽ പോകണമെന്നല്ല. രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകണം, ഇന്ന് വരെ 32,000 രൂപയുടെ മീൻ വിൽക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം, ദുനിയാവിന്റെ ചിന്ത. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ തന്നെ അവന് ദുനിയാവ്, ആഖിറമില്ല. അള്ളാഹും റസൂലും ഖബറും നരകവും പരലോകവും അസ്രയും ഒന്നുമില്ല. എനിക്ക് ദുനിയാവ് കുറച്ച് പൈസ ഉണ്ടാക്കണം, പെണ്ണുപിള്ളയ്ക്ക് മക്കൾക്കും കൊടുക്കണം, നല്ല വീട് വെക്കണം, സ്വന്തം സുഭിക്ഷമായി തിന്നു ജീവിക്കണം. ഈ ചിന്തയാണ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവന് 4 പരീക്ഷണം കൊടുക്കും. ചിന്തിച്ചു നോക്ക്, നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നവരാണോ എന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ പമീനെ സമയമായോ? നിർത്താറായോ? സമയം എന്താ? 9:30 ആയി. ഒരു 15 മിനിറ്റും കൂടെ, 1 മണിക്കൂറായോ? മതി. എല്ലാ വെള്ളിയാഴ്ച ഉണ്ടല്ലോ അൽഹംദുലില്ലാഹ്. മുസമ്മിലെ ഇത്തിരി വെള്ളം ഉണ്ടോ? വായനൊക്കെ പോയാൽ നല്ല ചൂട് വെള്ളം ഇവിടെ ഇപ്പം. ഷൗക്കുക അടുത്ത ക്ലാസ്സിലൊക്കെ ചായ വെക്കണം കേട്ടോ. അമ്മറ്റിയുടെ വകയായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും ചായ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പരമേശ്വരന്മാരാ. കൊറോണ ഒക്കെ എൻ്റെ പണിക്ക് പോകും, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കൂടിപ്പോയാൽ മരിച്ചു പോകും, അത് സമയമായാൽ മതിയല്ലോ. അള്ളാഹു ഷഹീദിന്റെ കൂലിയല്ലേ. എന്നാലും ഷഹീദിന്റെ കൂലിയാണല്ലോ. വിപത്തുകൾ വന്ന് മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന്. ഓരോ ഭാഗ്യവാന്മാര് അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് വലിയ കുടിയെടുത്തിട്ട് ആരും കാണാതെ കൊണ്ട് കുഴിച്ചിടുക. എന്താ അങ്ങനെ വലിയ ഭാഗ്യം ലഭിച്ചവരല്ലേ അവരൊക്കെ. ഒരു ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആർക്കറിയാം? നമുക്ക് പറ്റുമോ? ഇപ്പൊ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ കോളേജിൽ നിന്ന് ഹിഫ്ള് പഠിച്ച 40ഓളം വരുന്ന വിദ്യാർത്ഥികളിൽ 11 ഹാഫിളുകളുണ്ട്. ഓന് 40 പേരെ കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹു ഇപ്പൊ മുസമ്മിൽ ഉസ്താദ് അള്ളാന്റെ ഖുർആൻ പഠിച്ച ആളാ. അള്ളാന്റെ ഖുർആൻ പഠിച്ച ഹാഫിളിന് എത്ര പേരെ കൊണ്ടുപോകാൻ? 40 പേരെ. ഷഹീദിനോ 6 രീതിയിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 6 രീതിയിൽ പറയുന്നുണ്ട്. വിപത്ത് വന്നിട്ട്, ഇത് വിപത്തല്ലേ, വിപത്ത് വന്നിട്ട് മരണപ്പെടുക. എന്റെ പ്രിയമുള്ളവരെ, ഹദീസിന്റെ കിതാബിൽ പ്ലേഗ് രോഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്ലേഗ് രോഗം വന്ന് മരണപ്പെടുക, അതുപോലെയുള്ള ഒരു രോഗം തന്നെയായത്. അപ്പൊ അങ്ങനെ വന്ന് മരണപ്പെടുന്നവർ ഷഹീദിന്റെ കൂലിയല്ലേ. അപ്പ അവരെയാണ് 10-20 അടി കുഴിയെടുത്തിട്ട് JCBക്ക് കുഴിയെടുത്ത് ആരെയും കൂട്ടാതെ അള്ളാഹുവെ കൊണ്ടുപോയിട്ട് നടക്കുന്നൊരവസ്ഥ. അള്ളാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, 4 പരീക്ഷണം. ദുനിയാവ് എന്ന ചിന്തയോടുകൂടി രാവും പകലും ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ പരീക്ഷണം, അവന്റെ ടെൻഷൻ ഒരു കാലത്തും തീരത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 1ാമത്തെ പരീക്ഷണം, അവന്റെ ടെൻഷൻ ഒരു കാരണവശാലും തീരൂല. എപ്പോഴും ടെൻഷനായിരിക്കും. സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എപ്പോ നോക്കിയാലും ടെൻഷൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അത് അള്ളാഹു അവന് കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം ടെൻഷനാ. എപ്പോ നോക്കിയാലും ടെൻഷൻ ടെൻഷൻ ടെൻഷൻ, ഇതല്ലാതെ വേറൊന്നുമില്ല. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് അവന് കൊടുക്കുന്ന 2ാമത്തെ പരീക്ഷണം, ഒരിക്കലും അവന്റെ ജോലി തീരില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിക്കാനും കുടിക്കാനും ഉറങ്ങാനും ഒന്നിനും സമയമില്ല. ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും 1 ടെൻഷൻ, 2 അവന്റെ ജോലി ഒരിക്കലും തീരില്ല. 3 അള്ളാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുകയാണ്, ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർ, ദുനിയാവെന്ന ചിന്തയോടുകൂടി നടക്കുന്നവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ? അവന്റെ ദാരിദ്ര്യം ഒരു കാലവും തീരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നവന്റെ ദാരിദ്ര്യം ഒരിക്കലും മാറാത്ത ദാരിദ്ര്യമാണ്. ഒരിക്കലും മാറാത്ത ദാരിദ്ര്യമാണ്.
കാര്യമാണ്. റസൂലുള്ള പറയുന്ന നാലാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒരിക്കലും പൂവണിയാത്ത സ്വപ്നങ്ങളാ. അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല. അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല. ഒരുപാട് മോഹങ്ങളാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സവൻ ഒരു കാലത്തും ഉണ്ടാകില്ല. അല്ലാഹു ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ രണ്ടാമത്തെ വഴിയുണ്ട്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണേ. പടച്ച റബ്ബ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, 5 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം എന്താ? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അയ്യകൂനു ഹരീസൻ അലാ ത്വാ. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സുണ്ടല്ലോ, അതാർക്കുണ്ടാകുന്നു? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വൽതിൽകൽ ജന്നത്തുല്ലതി ഉരിസ്തുമുഹാ ബിമാ കുന്തും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, പടച്ചവനെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സദഖ കൊടുക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ആർക്കാണോ മനസ്സുണ്ടാകുന്നത്, അങ്ങനെ നല്ല മനസ്സുണ്ടായി മത്സരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നാളെ സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് നിസ്കാരമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, ഏതൊരു വിഷയം പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു മനസ്സങ്ങട്ടുണ്ടാകാം. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം. ഒരു വക്കത്ത് കഴിഞ്ഞാൽ അടുത്ത വക്കത്തിനെ കുറിച്ച്, പടച്ചവനെ എനിക്ക് സദഖ കൊടുക്കണം, പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഖുർആൻ ഓതണം. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം, ഒരു ആഗ്രഹം, ഒരു വാശി, ഒരു മത്സരം, ഇത് ആരുടെ ഹൃദയത്തിലുണ്ടോ, ആരുടെ ജീവിതത്തിലുണ്ടോ, അവന് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ ആർക്കാ അങ്ങനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വയത് ഈ സദസ്സ് ജുമായ്ക്ക് നമ്മൾ പറഞ്ഞു ഇന്ന ക്ലാസ് ഉണ്ടാവും, എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യദ്രികു തക്ബീറത്തുൽ അവ്വൽ കുതിബ ലഹു ബറാഅതൻ വബറാഅതൻ മിനൻ നാർ വബറാഅതൻ മിനൻ നിഫാഖ്. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്ന എന്താ? അല്ലാഹുവേ, നരകത്തിനെ തൊട്ട് കാക്കണേ പടച്ചവനെ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഞാനും നിങ്ങളും എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ 40 ജമാഅത്ത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് നിസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അവ്വൽ തക്ബീറോടുകൂടി ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ ഒന്നാമത്തെ തക്ബീർ മുടങ്ങാതെ 40 ദിവസം ആര് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടോ, അവൻ അല്ലാഹു 2 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രതിഫലം 40 ദിവസം അവ്വൽ തക്ബീർ. കൊല്ലം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും 40 ദിവസം മുടങ്ങാതെ, മുസമ്മിലിനും എല്ലാം കിട്ടിയാലേ കിട്ടാൻ വളരെ കാരണം എന്ന് പറഞ്ഞാൽ അല്ല, ഒരെണ്ണെങ്കിലും പോകും. അത് വെറുതെ ഒന്നും അങ്ങനെ കിട്ടില്ല. വളരെ പിന്നെ മുസമ്മിൽ ഉസ്താദ് 40 ദിവസമായിട്ട് ഇവിടെ തന്നെ ഭാഗം കൊടുത്തിക്കാമത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം അവ്വല് തക്ബീറും മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹ് 2 പ്രതിഫലം കൊടുക്കും. ഒന്ന്, അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ തീ, അല്ലാഹുവേ നരകത്തിന്റെ തീ അവന്റെ ശരീരത്ത് തൊടില്ല, നരകത്തിന്റെ തീ ആ മനുഷ്യനെ തൊടില്ല. 2 മുത്തുനബി പറഞ്ഞു, വബറാഅത്തും മിനൻ നിഫാഖ്, നിഫാഖ് ലോക അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാപട്യത്തിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പലരും മുനാഫിക്കുകളായിക്കൊണ്ടിരിക്കുക, പള്ളിയൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാഫിരീങ്ങൾ കാണുന്ന അല്ല, കള്ളുകുടിയനും പെണ്ണുകുടിയനൊന്നുമല്ല. നരകത്തിൽ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മത്സരിക്ക് 40 ദിവസം ഇൻഷാ അല്ലാഹ് എന്റെ അവ്വല് തക്ബീർ മുടങ്ങൂല, ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും, നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും 40 വഖത്ത് നിസ്കാരം, 40 ദിവസത്തെ അവ്വല് തക്ബീർ മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതാ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സാ, ഒരു ആഗ്രഹമാണ്. അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയാ, അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാ. തന്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? അവര് വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാൻ, മരിക്കാൻ പേടിച്ചിട്ട് കരയാന്നാ കരുതിയെ. പക്ഷേ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഓർത്തിട്ട് കരയാ. മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരി ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, അത് ഓർത്തിട്ടാ ഞാൻ കരയുന്നത് എന്ന് മഹാനവറുകൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നമസ്കാരത്തിനൊരു ലഹരിയുണ്ട്. അത് വല്ലാതെ, അത് അള്ളാഹുവുമായിട്ടുള്ളൊരു മുനാജാത്താണല്ലോ. പടച്ച റബ്ബിന്റെ മുന്നിൽ, അള്ളാഹ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ റബ്ബുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, എന്റെ പ്രിയമുള്ളവരെ, അത് വല്ലാത്തതാ. അത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വഖത്ത് നിസ്കാരത്തിനും വലിയ വലിയ മഹത്വങ്ങളാവുള്ളേ. നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വഖത്തുകൾക്കും വല്ലാത്ത പ്രതിഫലം. ഹദീസിന്റെ കിതാബിൽ കാണാം, ദുഹറിന്റെ സമയത്തുള്ള നമസ്കാരം, ദുഹർ നമസ്കാരം, നമ്മളൊക്കെ ജമാഅത്തായിട്ട് ദുഹർ നമസ്കരിക്കുമല്ലോ. ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത്, ആ ദുഹറിന്റെ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകം ആളിക്കത്തുന്ന സമയമാ ദുഹറിന്റെ സമയം. ആ നട്ടുച്ച സമയം നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയമാണ്. നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയം. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ദുഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ, മാതാവ് പ്രസവിച്ചതുപോലെ, നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും, പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ലുഹർ നിസ്കരിച്ചാൽ, ജമാഅത്തായി ലുഹർ നിസ്കരിക്കുമ്പോൾ ആ ലുഹറിന്റെ സമയത്ത് നരകം ഇങ്ങനെ ആളിക്കത്ത, ആ നരകം ആളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഒളിവെടുത്തിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസർ നമസ്കാരം, മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം പഴം കഴിച്ച സമയമാണ് അസർ. വലിയ പഠിക്കാനുള്ളതാ അസറിന്റെ സമയം. ആദം നബി അലൈഹിസ്സലാം ആ അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും, അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യവാ! ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടമൊക്കെ. സുബൈക്ക് ശേഷം കിടന്ന് ഓടുന്ന മഹാന്മാരുണ്ടല്ലോ. സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജിൽ നോക്കിക്കോ, എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നഹിഹെ. ആ സമയത്ത് എക്സസൈസ്, കളിയൊക്കെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അസർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ ആരോഗ്യവും കൊടുക്കും, അവൻ അള്ളാഹു രോഗിയാക്കില്ല, അവൻ ആരോഗ്യവും കൊടുക്കും, നരകമോചനവും കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം, മഗ്രിബ് നമസ്കാരം അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് എപ്പോഴാ? മഗ്രിബിന്റെ സമയത്ത്.
ആദം നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദം നബിയുടെ തൗബ 300 വർഷക്കാലം ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് പഴം കടിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് നടന്ന ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് മഗ്രിബിന്റെ സമയത്താണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മഗ്രിബ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പണ്ട് മുതലേ മഗ്രിബിന്റെ മുമ്പേ ഉദവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ കയറിയിരുന്നത് ദിക്റ് പറയും, അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ബാങ്ക് വിളിക്കും, നിസ്കരിക്കും, സുന്നത്തും ഇല്ല, ഓട്ടം തന്നെ. എവിടാപ്പ? പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ 6 മണിയായാൽ എല്ലാവരും വീടിനകത്ത് കയറിക്കൊള്ളണം, എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മഗ്രിബിന്റെ തൊട്ടു മുമ്പിരുന്ന് ദിക്റ് പറഞ്ഞു ഫർദ് നിസ്കരിച്ച് വാക്കിയ ഓതി, സജദ ഓതി, മുൽക്ക് ഓതി, യാസീൻ ഓതി ദുആ ചെയ്യുമായിരുന്നു. ഇപ്പം വേറെ പലതും ഓതുന്നേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പാഴാക്കി കളയരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇശാ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്ത്യനാളിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇശാ നമസ്കാരമൊക്കെ ഇരുള്, വല്ലാതെ ഇരുളാണല്ലോ. അപ്പൊ ആ ഇശാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇശാ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകൊണ്ടും കിടക്കാം, ഖബറിന്റെ അകത്ത് പോയി കിടക്കുമ്പോ പ്രകാശവും അല്ലാഹു നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി വല്ലാതെ പ്രയാസമുള്ള നമസ്കാരമാണ്. കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹു അവനെ മുനാഫിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു 5 വഖത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് ഏത് കാര്യമാകട്ടെ, നല്ല കാര്യങ്ങൾക്കാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും, നോമ്പിന്റെ വിഷയമാണെങ്കിലും, സദഖയുടെ വിഷയമാണെങ്കിലും, ഖുർആൻ ഓതുന്ന വിഷയമാണെങ്കിലും, ഇതുപോലെയുള്ള മജ്ലിസുകളുടെ വിഷയമാണെങ്കിലും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ, നമസ്കാരങ്ങൾ, അതിലുപരിയായി സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർളിൽ വരുന്ന പിഴവുകൾ സുന്നത്തിലൂടെയാണല്ലോ. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വഖത്തിനും മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം. സുന്നത്ത് നോമ്പുകളാകട്ടെ, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും മജ്ലിസുകളാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാന്റെ ഖുർആൻ ഓതേണ്ട എത്രയോ സൂറത്തുകൾ, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയുന്നതാ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഫാത്തിഹ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം രോഗങ്ങൾ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതങ്ങോട്ട് ഓതി ഇത്തിരി വെള്ളത്തിൽ ഓതി കുടിക്ക്. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ കുർസി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്തുൽ കുർസി എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പോകണോ, സ്വർഗ്ഗത്തിൽ പോകണോ, ആയത്തുൽ കുർസി ഓത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി അവിടെ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഒരേ ഒരു മറ. അത് ഏതു മറ? അത് ഖബർ, അത് മരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ.
ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാം. എത്ര പേര് ഓതുന്നു? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര പേര് ഓതും? എത്ര പേരാ ഓതാ? നല്ല മനസ്സോടുകൂടി, തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം ഓതിയ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവേ എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ, ചെയ്തത് മുഴുവനും തെറ്റാണ് പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല അല്ലാ, ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു പടച്ചവനെ, ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാ. യാസീൻ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തു യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവൻ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ. സൂറത്തുൽ മുൽഖ് എല്ലാവർക്കും അറിയുന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽഖു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതേണ്ട സൂറത്താ. ഈ സൂറത്ത് ഓതിയാൽ അവന്റെ ഖബറിന്റെ അകത്ത് അവന് യാതൊരു പേടിയും വേണ്ട. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ പ്രകാശമാ, ഒരു ഭയവും വേണ്ട. നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിയ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇദാ വഖഅത്തുൽ വാഖിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല. സൂറത്തുൽ വാഖിയ ആരാണ് ഓതുന്നത്? നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം. സൂറത്തുൽ വാഖിയ നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട്, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയുന്നവരുണ്ട്, ഉസ്താദെ സിഹ്റ് ബാധിച്ചു, ശൈത്താൻ പിടിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനും സൂറത്തുണ്ട്. അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട്? സൂറത്തുൽ കഹ്ഫ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാഴ്ചത്തേക്ക്, അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട. നിന്റെ വീടിന്റെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ ശൈത്താന്റെ ശർറുള്ളവരുണ്ട്, ശൈത്താന്റെ ശർറ് വരക്കുപോക്കൊക്കെ ഉള്ളവരുണ്ട്. മാറാൻ വഴിയുണ്ട്. സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ശൈത്താനിന്റെ ശർറ് ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമായി ഇത് പറയണേ. അപ്പൊ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവിടെ ചിന്തിക്കണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്ക് ഈ മഹത്വം ഉണ്ടെങ്കിൽ, 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ 11 ഹാഫിളീങ്ങൾ. അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഓരോ മാസവും 2500 രൂപയാണ് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവ്. ഓരോ ഉമ്മമാർ, ഓരോ ഉപ്പമാർ, അതിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത ഉമ്മമാരൊക്കെ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ, അവർക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, അവരുടെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ പറ്റിയില്ല. പക്ഷേ അവര് ഭക്ഷണം കൊടുത്തിട്ട് ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ പറ്റിയല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 11 ഹാഫിളീങ്ങൾ ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാളെ കഴിഞ്ഞ് മറ്റേനാള് ബഹുമാനായ സയ്യിദ് അവറുകൾ അവരുടെ ആ ഖുർആനിലെ അവസാനത്തെ സൂറത്തുകൾ അവര് തങ്ങളുടെ മുന്നിലിരുന്ന് ഓതിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ, ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ, അവരെ സഹായിച്ചവർ, അവരെ സ്നേഹിച്ചവർ, എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഇന്നിവിടെ കൂടി ആരെങ്കിലും ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു
അഹദ് എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കണ്ടോതാൻ പഠിപ്പിച്ചാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കളെ പിടിച്ചടുത്തിരുത്തി കണ്ടോതാൻ പഠിപ്പിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന അവർക്ക് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇനി കാണാതെ പഠിപ്പിച്ചാലോ? ഇനി ഒരായത്ത് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് മക്കളെ ഓതറ എന്ന് കാണാതെ പഠിപ്പിച്ചാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകണം, നമ്മുടെ നാട്ടിലുണ്ടാകണം. അങ്ങനെയുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ ഇറങ്ങണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം അവർക്ക് വേണ്ടി എല്ലാവിധ ബിൽഡിംഗ് കെട്ടിക്കൊടുക്കുന്നവർ, അവർക്ക് ഭക്ഷണം കൊടുത്തവർ, അവർക്ക് വസ്ത്രം കൊടുത്തവർ, അവരെ സ്നേഹിച്ചവർ, അല്ലാഹു നാളെ ഖുർആനിന്റെ തണലിൽ അല്ലാഹു നാളെ സ്വർഗത്തിലെത്തുന്ന വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം 2500 രൂപയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മകനെ പോലെ ഒരു മാസം നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾക്ക് എടുത്ത് വളർത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും അവിടുത്തെ അതുപോലെ തന്നെ അവിടുത്തെ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിന്റെ എല്ലാം എഴുതിയെടുത്ത് ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു മാസം 2500 രൂപ. ഒരു ഹാഫിദിന്റെ വാപ്പയാകാം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ 40 പേരിൽ ഒരാളാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സദഖയ്ക്ക് വല്ലാത്ത മഹത്തമ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സദഖയുടെ പ്രതിഫലം എന്തെന്നറിയുമോ? അതിന് ലക്ഷങ്ങളുടെ പ്രതിഫലമല്ല, ഒരു സദഖയുടെ പ്രതിഫലം നിറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരു അടിമയെ വാങ്ങി. ആ അടിമയെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാങ്ങിയപ്പോൾ അദാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് ഒരു അടിമയെ വാങ്ങിയപ്പോ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ് ഖുറുജ് ഹാദിഹിൽ ജാരിയ മിൻ ബൈതിക ഫഇന്നഹാ മിൻ അഹ്ലിന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ആ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉപ്പമാരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. അല്ലാഹു നിങ്ങൾ കൊടുക്കുന്ന സദഖയ്ക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തനിക്ക് വേണ്ടി ഒരു അടിമയെ മേടിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ആ അടിമയെ വിട്ടേക്ക് നബിയേ, ആ അടിമയെ വിട്ടേക്ക് നബിയേ, അത് നരകത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, അത് നരകത്തിന്റെ അവകാശികളിൽപ്പെട്ടതാ, അതുകൊണ്ട് വിട്ടേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുമ്പോ അതാ അടിമ അവിടെ നിന്ന് വിടുകയാണ്. വിടുന്ന സമയത്ത് ഒരു കാരക്കയെടുത്ത് കയ്യിൽ കൊടുത്തു. ഒരു കാരക്കയെടുത്ത് അടിമയെ വിടുമ്പോ നല്ല നിലയിൽ വിടണമെന്നാണല്ലോ. അവിടെ നിന്നൊരു കാരക്കയെടുത്ത് കയ്യിൽ കൊടുത്തു. അതാ അടിമ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അടിമയെ തിരിച്ചു വിളിക്കു നബിയേ, ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിക്കു നബിയേ, ഇന്നമിലുൽ ജന്ന, അടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്നു നബിയേ, ആ പോകുന്ന
കൊടുക്കുന്ന അടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്ന നബിയെ, നരകത്തിന്റെ അവകാശിയാണ് വിടാമുത്തി നബിയോട് പറഞ്ഞപ്പോ പറഞ്ഞു വിട്ട അടിമ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാ സ്വർഗത്തിന്റെ അവകാശിയായത്? എങ്ങനെയാണ് സ്വർഗത്തിന്റെ അവകാശിയായത്? മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കൊടുത്ത ഒരു കാരക്കയുണ്ടല്ലോ, അങ്ങ് കൊടുത്ത ഒരു കാരക്കയുണ്ടല്ലോ, ആ കാരക്ക പോകുന്ന വഴിയില് ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ ആ കാരക്കയുടെ പകുതി സദക്ക കൊടുത്തു നബിയേ. തന്റെ കയ്യിലിരുന്ന കാരക്കയുടെ പകുതി സദക്ക കൊടുത്തതിന് കാരണം അല്ലാഹു സ്വർഗവാസികളിൽ പെടുത്തി നബിയേ. തന്റെ കയ്യിലിരുന്ന ഒരു കാരക്കയുടെ പകുതി സദക്ക കൊടുത്തപ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ അവകാശിയായെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, അതാ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, യതീമായ പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, രോഗികളായി കിടക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നവരോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ഒരു കാരക്കയുടെ പകുതി കൊടുക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ 40 മക്കളുണ്ടല്ലോ, ഈ മക്കളിൽ ഒരാളെ ഒരു മാസത്തേക്കെങ്കിലും ഏറ്റെടുത്ത അല്ലാഹു നാളെ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഈ ഹാഫിളായ മക്കൾക്ക് അല്ലാഹു 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാ അവസരം കൊടുക്കുമ്പോ ഈ മക്കളെ പഠിപ്പിച്ചവരുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടല്ലോ, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനൊക്കെ പഠിക്കുന്ന മക്കൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും, ഞാൻ കൊണ്ടുപോകാം. ആരാടാ നീ? എടാ, എന്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്റെ കൂടപ്പിറപ്പും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? നിങ്ങൾ ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്നത് നിങ്ങളാ. എനിക്കിന്ന് 40 പേരെ കൊണ്ടുപോകാം, നിങ്ങൾ കൂടിക്കോ. കയ്യെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.